ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള അദ്ദേഹത്തിന്റെ കുടുംബത്തെ നിങ്ങൾക്ക് സൺ അലക്സ്, മോൻ ആഷിഖ്, മോള് അഞ്ജലി ഇവരെല്ലാം എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള അദ്ദേഹത്തോട് ആദരവ് സൂചകമായി നമ്മുടെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും സ്വാഗതം അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. സഹധർമ്മിണി സൂസൻ നാട് മകളുണ്ട്. അലക്സിനെ മാത്രമേ എനിക്ക് പരിചയമുള്ളൂ, ബാക്കി രണ്ടുപേരും ഇവിടെ വെച്ചാൽ പരിചയപ്പെടുന്നത്. ഞാൻ നിങ്ങൾക്കും അപരിചിതനാണ്. നിങ്ങളിൽ ഒന്നോ രണ്ടോ പേരെ എനിക്ക് നേരിട്ട് അറിയുള്ളൂ. അതിവിടെ വന്നപ്പോൾ കാണാനിട വന്നതാണ്. ഒന്ന് നമ്മുടെ ആർട്ടിയായിരുന്ന സാദിഖലി ഇവിടെ ഉണ്ട്. ഞങ്ങളൊക്കെ പഴയ പോളിടെക്നിക്കുകാരാണ്. അതുപോലെ അലക്സിന്റെ കൂടെ പഠിച്ചിരുന്ന അദ്ദേഹത്തെ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഓർമ്മ കിട്ടിയില്ല. പക്ഷെ ഇവരെ ഇറങ്ങുന്ന വർഷമാണ് ഞാൻ പോളിയിൽ ചെല്ലുന്നത്. ഞാൻ 83-86 ബാച്ചാണ് കളമശ്ശേരി പോളിയിൽ. 83-84 അലക്സ് കംപ്ലീറ്റ് ചെയ്തു, പുറത്തേക്ക് പോന്നു. ഞാൻ ചെല്ലുമ്പോൾ എൻ്റെ നേതാവാണ് അലക്സ്. ഞാൻ പോളിയിൽ ചെല്ലുന്ന സമയത്ത് എൻ്റെ SFIയുടെ യൂണിറ്റ് പ്രസിഡന്റാണ് അലക്സ്. ആ വർഷം പോന്നു. അലക്സിന്റെ ജൂനിയർ ആയിരുന്ന അസീഫ് ഉണ്ട്. അസീഫ് ഇപ്പോൾ വക്കീലാണ്. ഒത്തിരി പേരെ ഓർക്കാനുണ്ടാവും നമുക്ക്. ഇവരൊക്കെയായിരുന്നു ഞങ്ങളുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരായിട്ടുണ്ടായിരുന്നു. റെയിൽവേയിൽ കുറെ പേരുണ്ട് ഞങ്ങളുടെ സുഹൃത്തുക്കളായിട്ടുള്ള. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു രാമേന്ദ്രനുണ്ട്. രാമേന്ദ്രൻ ഇവിടെ അല്ല, ബാംഗ്ലൂർ ഡിവിഷണൽ മാനേജറാണ്. എൻ്റെ ക്ലാസ്മേറ്റാണ്. അദ്ദേഹം ബാംഗ്ലൂർ ഡിവിഷണൽ മാനേജറായിട്ട് വർക്ക് ചെയ്തു. ഒരു രുക്മിണി ഉണ്ടായിരുന്നു എൻ്റെ ക്ലാസ്സിൽ പഠിച്ചിരുന്നതാണ്. രുക്മിണിയെ നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. കുറച്ചു കാലം ലോക്കൽ പൈലറ്റായിട്ട് ജോലി ചെയ്തിട്ടുണ്ട് രുക്മിണി. പിന്നീട് ഈ യാത്രയും ആരോഗ്യമൊക്കെ അനുവദിക്കാത്തത് കൊണ്ട് റെയിൽവേ വിട്ട് BSNL പോയി. പിന്നീട് BSNL വിട്ട് ഇപ്പോ വീട്ടിൽ സ്വസ്ഥമായിട്ട് കഴിയുകയാണ്. അത്യാവശ്യം എഴുത്തും കവിതയും കഥകളൊക്കെ എഴുതി അങ്ങനെ കഴിയുകയാണ്. ഞങ്ങളുടെ കെട്ടുതീർന്ന രുക്മിണി വന്നിട്ടുണ്ടായിരുന്നു. എവിടെ ചെന്നാലും ഞങ്ങൾക്ക് ഇങ്ങനെ കുറെ സുഹൃത്തുക്കൾ കിട്ടും. അങ്ങനത്തെ നല്ല സുഹൃത്തുക്കളിൽ ഒരാളാണ് അലക്സ്. ഇടയ്ക്ക് ഞങ്ങളെ തമ്മിലൊരു കോണ്ടാക്ട് ഉണ്ട്, വല്ലപ്പോഴും ഒക്കെ വിളിക്കാറുണ്ട്. അന്ന് ഞങ്ങൾ ചെല്ലുന്ന കാലത്ത് ഞാനും അസീഫ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി കുഴപ്പം പിടിച്ച SFIക്കാരാണ്. അലക്സാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും സൗമ്യനായിട്ടുള്ള നേതാവ് അന്ന് ആ കാലത്ത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. വർഗീസ് ഒരു കളമശ്ശേരി പോളിടെക്നിക്കുകാരനാണ്. അതിവിടെ വന്നപ്പോഴാണ് അറിയുന്നത്. ഞങ്ങൾക്കൊക്കെ അവിടെ പിന്നാലെയാണെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ പ്രായം കൊണ്ട് വലിയ വ്യത്യാസം കാണില്ല. പക്ഷെ അദ്ദേഹം അവിടെ പഠിക്കാൻ വന്നു നിൽക്കും വൈകിയാണെന്ന് മാത്രം. അലക്സ് അന്ന് മുതലേ തന്നെ വളരെ സൗമ്യമായി ഈ പ്രശ്നങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനൊക്കെ ശ്രമിക്കുന്ന ഒരാളാണ്. ഞങ്ങൾ ഈ വിദ്യാർത്ഥി രാഷ്ട്രീയമൊക്കെ നടക്കുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകതയായി ഞങ്ങൾക്ക് അന്നും തോന്നിയിട്ടുണ്ട്. ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരു സമയത്താണ് ഞങ്ങളൊക്കെ പോളിടെക്നിക്കിൽ ചെല്ലുന്നത്. ആ സമയത്ത് പിന്നീടാണ് വളരെ പ്രസിദ്ധമായ പോളിടെക്നിക്ക് സമരമൊക്കെ നടക്കുന്നത്. അപ്പൊ അലക്സൊക്കെ പോകും. ഞങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ രാഷ്ട്രീയ ജീവിതത്തിന്റെ പ്രവർത്തനത്തിന്റെ തുടക്കം എന്ന് പറയാൻ പറ്റില്ല. പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്തുണ്ട്. പക്ഷെ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത് കൂട്ടത്തിൽ മുദ്രാവാക്യം വിളിക്കുന്ന ജോലിയൊക്കെ ഉണ്ടായിട്ടുള്ളൂ. ഒരു ചുമതല ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്ന തരത്തിലേക്ക് ഒരു സംഘടനയുടെ നേതൃത്വത്തിലേക്ക് വരുന്നത് കളമശ്ശേരി പോളിടെക്നിക്കിൽ ചെല്ലുന്ന സന്ദർഭത്തിലാണ്. ഇവരെയൊക്കെ കണ്ടിട്ടാണ്, ഇവരുടെ തുടർച്ചയിലാണ് ഞങ്ങൾ പോളിടെക്നിക്കിലെ ഭാരവാഹികളായി പിന്നീട് അവിടെയും പുറത്തും പാർട്ടിയുടെയും ഒക്കെ പല ചുമതലകൾ വഹിക്കാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും എനിക്ക് തോന്നുന്നു ആ മനസ്സ് അലക്സ് സൂക്ഷിക്കുന്ന ആളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടുതൽ എന്താ പറയേണ്ടത് എനിക്കറിയില്ല. ഏതായാലും നമ്മുടെ ഈ ജീവിത യാത്രയ്ക്കകത്ത് ഞാൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചതാണ്. പക്ഷെ ഇപ്പൊ എന്നോട് ഫീസ് കൂട്ടാൻ പറഞ്ഞാൽ ചിലപ്പോൾ ട്രാൻസ്ഫോർമർ അടിച്ചു പോകും. ഞാനതൊക്കെ മറന്നുപോയി. എനിക്കിപ്പോ അറിയാവുന്ന പണി വക്കീൽ പണിയാണ്. അതിനുശേഷം ഞാൻ LLB എടുക്കുന്നു. ഞാനിപ്പോ ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നു. ഹൈക്കോടതിയിലും ജില്ലാ കോടതിയിലും ഒക്കെ ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു. ഇവിടെ പല വഴികളിലാണ് നമ്മൾ സഞ്ചരിക്കുക. നമ്മുടെ ഈ വലിയ യാത്രയിൽ എവിടെയാണ് നമ്മൾ എത്തിപ്പെടുക എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എവിടെ എത്തിപ്പെട്ടാലും സന്തോഷമെന്ന് വിചാരിച്ചാൽ ജീവിതം സുന്ദരമാണെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. അലക്സും അങ്ങനെ തന്നെ സുന്ദരമായ ഒരു ജീവിതമാണ് അദ്ദേഹം നയിച്ചു പോരുന്നത്. നമ്മുടെ ഈ യാത്രയിൽ നമുക്ക് എത്തിപ്പെടാൻ കഴിയുന്ന ഏറ്റവും സുന്ദരമായ ഒരു സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ അത് വേറൊരാളുടെ ഹൃദയത്തിലായിരിക്കും. വേറൊരാളുടെ ഹൃദയത്തിൽ നമുക്ക് സ്ഥാനം കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമില്ല, ക്ഷിപ്രസാധ്യമായ കാര്യവുമല്ല. അതിൽ അലക്സിന്റെ സ്നേഹത്തിലും ഹൃദയത്തിലും ഞാൻ ഉണ്ടായിരുന്നു എന്നുള്ളത്, എന്നെ ഓർത്ത് ഇങ്ങനെ ഒരു ചടങ്ങിന് വിളിക്കാൻ ഇടയാക്കി എന്നുള്ളത് വളരെ സന്തോഷത്തോടുകൂടി അഭിമാനത്തോടുകൂടി ഞാൻ കാണുകയാണ്. അലക്സിന്റെ സ്നേഹത്തിനു മുമ്പിൽ ഞാൻ നമിക്കുകയാണ്. ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ
ഇവിടെ വരാനും നിങ്ങളോട് രണ്ടു വാക്ക് പറയാനും അലക്സിനെയും കുടുംബത്തെയും കാണാനും ഒക്കെ കഴിഞ്ഞത് വലിയ ഭാഗ്യവും സന്തോഷവുമായി കരുതുന്നു. അലക്സിനും കുടുംബത്തിനും അദ്ദേഹത്തിന്റെ ജീവിത ആരോഗ്യപരമായ ചില അനിഷ്ടതകളൊക്കെ അലക്സ് എന്നോട് പറയുകയുണ്ടായി. ഞങ്ങളൊക്കെ തുല്യവിക്കലാണെന്ന് തോന്നുന്നു. ഷുഗറൊക്കെ കുറെ കാലം മുമ്പ് കിട്ടിയായിരുന്നു ഞങ്ങളൊക്കെ. ഏതായാലും അദ്ദേഹത്തിന് ആരോഗ്യത്തോടു കൂടി അദ്ദേഹത്തിന്റെ ഇനിയുള്ള ജീവിതകാലം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അദ്ദേഹത്തിന്റെ കുടുംബത്തിനും എല്ലാ മംഗളങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവരോടും നന്ദി പറയുന്നു. നിർത്തുന്നു. ഞാൻ എന്നെ പരിചയപ്പെടുത്താൻ ഇപ്പൊ പറഞ്ഞ ആർട്ടിഒ റിട്ടയർഡ് ആർട്ടിഒ സാധിക്കലി. ഞാൻ കളമശ്ശേരി പോയിട്ടെങ്കിൽ 82 ബാച്ചാണ്. അപ്പൊ എന്റെ ജൂനിയർ ആയിട്ടാണ് അലക്സ് അവിടെ വന്ന് ചേർന്നത്. ഈ പറഞ്ഞ തൊട്ടു മുമ്പ് പറഞ്ഞ സതീശിന്റെ പാതയിൽ തന്നെയായിരുന്നു ഞാനും. എന്റെ പാതയാണ് അലക്സ് പിന്തുടർന്നത്. ഞാനും അവിടെ ഒരു സഭയുടെ സജീവ പ്രവർത്തകനും ആയിരുന്നു. അപ്പൊ എന്റെ പിന്തുടർച്ചയായിട്ട് അലക്സ് വന്നു. അലക്സിന്റെ പിന്തുടർച്ചയായിട്ട് സതീഷ് അസീഫ് അങ്ങനെ വന്നു. അതിന്റെ അടുത്ത ഘട്ടമാണ് ഇപ്പോഴത്തെ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ്. അപ്പം രാജീവ് ഇടയ്ക്കൊക്കെ കാണുമ്പോൾ പറയുമായിരുന്നു, നിങ്ങളുടെയൊക്കെ പേര് മാറ്റി വന്നിട്ടാണ് എന്റെ പേര് അവിടെ ചുവരിൽ എഴുതിയത്. കാരണം ഈ ഇലക്ഷൻ മത്സരിക്കുമ്പോ സ്ഥാനാർത്ഥികളുടെ പേരൊക്കെ അവിടെയൊക്കെ എഴുതി വെക്കും. പിന്നെ അലക്സുമായിട്ട് എനിക്കുണ്ടായ പിന്നെ ഒരു തുടർച്ചയായിട്ടുള്ള ഔദ്യോഗിക ജീവിതത്തിന്റെ ഭാഗമായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ അലക്സ് സേഫ്റ്റി രംഗത്തേക്ക് മാറി വന്നപ്പോ അന്നാണ് നമ്മുടെ തീരദേശ റെയിൽവേ സാക്ഷാത്കരിക്കപ്പെടുന്നത്. അന്ന് ധാരാളം അൺഗാർഡഡ് റെയിൽവേ ക്രോസിംഗുകൾ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ വെച്ച് ഒരു വളരെ ദുഃഖകരമായ ഒരു അപകടത്തിൽ 35 പേര് മരിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റുമായിട്ട് അലക്സ് ഇങ്ങനെ നിരന്തരമായി ഈ സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അതിന് സേഫ്റ്റി ഓഡിറ്റിങ്ങിനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരുന്നു. അത് കൂടാതെ അലക്സ് എന്നോട് ഒരു സൗഹൃദം പുലർത്തിയിരുന്നു. അതുകൊണ്ടാണ് എന്നെ ക്ഷണിക്കുകയും ഈ അനുകൂലമല്ലാത്ത കാലാവസ്ഥയിലും അലക്സിന്റെ അടുത്ത് വരണം. കാരണം ഇനി ഞങ്ങളുടെയൊക്കെ ജീവിതയാത്ര എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മളിൽ മിക്ക ഏതാണ്ടൊരു ഇവിടെ ഇരിക്കുന്നതിലൊരു 70% ആളുകളും നമ്മളുടെ ജീവിതയാത്രയുടെ 2ാം ഘട്ടത്തിലേക്ക് കടന്നവരാണ്. അപ്പൊ ആ ജീവിതയാത്ര എവിടെ ഇനി എപ്പോഴാണ് നമുക്ക് കാണാൻ കഴിയുക, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒത്തുചേരലാണ് നമുക്ക് ഇതിന് സാധ്യമാക്കുന്നത്. എന്നെ അറിയുന്ന കുറച്ച് പേരെങ്കിലും എന്നെ ശ്രമിക്കുന്നുണ്ടാവും. അപ്പൊ അലക്സിന്റെ ഈ പ്രവർത്തനമാണ് ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരാൻ കഴിഞ്ഞത്. പിന്നെ ഞങ്ങളുടെ ബാച്ചില് അലക്സിന്റെ ബാച്ചില് ഷാജി, അതും ലോക്കോ പൈലറ്റായിരുന്നു. പിന്നെ വേറെ നമ്മുടെ പ്രസന്നൻ, അങ്ങനെ കുറച്ച് പേരെ പിന്നെയും പരിചയപ്പെട്ടിരുന്നു. അത് കൂടാതെ ഡിപ്പാർട്ട്മെന്റുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മുടെ കൊമേഴ്ഷ്യലിലുണ്ടായിരുന്ന ജോസഫിന്റെ നാട്ടുകാരൻ കൂടിയാണ്. തൊടുപുഴ ഇടുക്കിയിലെ മേലുകാവ് ആണ് ജോസഫിന്റെ പ്രദേശം. അങ്ങനെ PT ജോസഫ്, കുറെ ആളുകളുമായിട്ട് ഔദ്യോഗിക ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് ഇരുന്നു. ഞാനും ഒരു റോഡ് സുരക്ഷാ പ്രവർത്തകനായിരുന്നു. അതുകൊണ്ടാണ് ഈ രംഗത്ത് കൂടുതലായിട്ട് പ്രവർത്തിക്കാൻ കഴിയുന്നത്. ഞാൻ ഈ വിരമിച്ചതിന് ശേഷവും 2-3 ഓർഗനൈസേഷനിൽ എക്സ്റ്റേണൽ ഫാക്കൽറ്റി ആയിട്ട് ഇപ്പോഴും എന്റെ ആ പ്രവൃത്തി മണ്ഡലം ഞാൻ തുടരുകയാണ്. എല്ലാം എനിക്കിങ്ങനെ ഒരു അവസരം തന്നിട്ട് അലക്സിനോട് പ്രത്യേകം നന്ദി പറയുന്നു. അലക്സിന്റെ കുടുംബാംഗങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്തായാലും ഈ ബന്ധം തുടരാനായിട്ട് ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും, പ്രത്യേകിച്ച് അലക്സിനും കുടുംബാംഗങ്ങൾക്കും ജഗദീശ്വരൻ എല്ലാവിധ ഐശ്വര്യങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളെല്ലാം കാണാൻ കഴിഞ്ഞതിൽ, കാരണം കുറച്ചു പേരെങ്കിലും എന്നെ ഐഡന്റിറ്റി, കാരണം ഞാൻ പോളിടെക്നിക്കിലെ ഒരു വിപ്ലവകാരിയായിരുന്നു പല കാരണങ്ങളുണ്ട്. ഞാനൊരു അത്ലറ്റായിരുന്നു, സ്പോർട്സ്മാൻ ആയിരുന്നു, പിന്നെ രാഷ്ട്രീയം ഉണ്ടായിരുന്നു, പിന്നെ വേറെയും ചില കഥകളൊക്കെ ഉണ്ട്, അത് ഇവർക്കൊക്കെ അറിയാം. അങ്ങനെ എന്നെ പെട്ടെന്ന് ആളുകൾ ഐഡന്റിഫൈ ചെയ്യും. എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് മോട്ടോർ വകുപ്പില് എറണാകുളത്ത് ആദ്യമായിട്ട് വിരമിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ഭാഗ്യം. നമ്മൾ പഠിച്ചത് കളമശ്ശേരി പോളിടെക്നിക്, എന്നെ അറിയുന്നവരെല്ലാം ഈ പരിസരത്ത് തന്നെ. അങ്ങനെയുള്ള ഒരു ഔദ്യോഗിക സ്ഥാനത്ത് നിന്ന് വിരമിക്കാൻ കഴിഞ്ഞു. അതും ഞാൻ വലിയ ഒരു സൗഭാഗ്യമായിട്ട് കഴിയുന്നു. അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള നമ്മുടെ പഴയ സുഹൃത്തുക്കളെയൊക്കെ വീണ്ടും വീണ്ടും കാണാനും ആ ഡിപ്പാർട്ട്മെന്റിലെ സേവനം വഴി എനിക്ക് അവസരം ലഭിച്ചു. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. സന്തോഷവും സ്നേഹവും അതിലൊരു സിംബോളിക് ആണല്ലോ മധുരം. അങ്ങനെ ഒരു മധുരം കട്ട് ചെയ്തുകൊണ്ട് നമുക്ക് അങ്ങനെ ആവാം. Happy birthday to you. Happy
birthday to you. KC Bindu sir. ക്ഷാമണിയിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ ചീഫ് ലോക്കൽ ഇൻസ്പെക്ടർ സാം ജോജി ജോർജ് ആദരവാണ് നടക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഔദ്യോഗികത ഇല്ലാത്തതുകൊണ്ട് ഒന്ന് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് പോയാൽ നന്നായിരിക്കുമെന്ന് സന്തോഷകരമായി. ശശിധരൻ അന്നത്തെ കാലത്ത് ഡീസൽ അസിസ്റ്റന്റ് ആയിട്ട് 13/10/86 ജോയിൻ ചെയ്യുന്ന ബാച്ചുകളിൽ ഞാൻ, അലക്സ്, എ സതീശൻ, വാസുദേവപിള്ള, എബ്രഹാം കുര്യൻ, റോളി, ശ്രീകണ്ഠൻ, നസറുദ്ദീൻ രാവത്തർ, അങ്ങനത്തെയുള്ള ഞങ്ങളുടെ 86-ലെ സെക്കൻഡ് ബാച്ച്. ഫസ്റ്റ് ബാച്ച് ജോജു, ശശികുമാർ, അങ്ങനത്തുള്ള റെയിൽവേക്കാർക്കായിരിക്കും കുറച്ചുകൂടെ ഇവരെ പറ്റിയിട്ട് അറിയാൻ പറ്റുന്നു. അങ്ങനെ ഒരു ബാച്ചിന് ജോയിൻ ചെയ്ത ഡീസൽ അസിസ്റ്റന്റ് ആണ് ഇന്നത്തെ പോസ്റ്റ്, ഇന്നത്തെ അസിസ്റ്റന്റ് ലോക്കൽ. അങ്ങനെ അന്ന് മുതൽ എന്നൊക്കെ വരുമ്പോൾ 22-21 വയസ്സുള്ള സമയങ്ങളിൽ അന്ന് ജോയിൻ ചെയ്യുന്ന സമയത്ത് അന്ന് മുതൽ ഇന്ന് വരെ എന്നെ സംബന്ധിച്ചോളം പറഞ്ഞ ഞാനിപ്പോ അദ്ദേഹത്തിന്റെ പാത പിന്തുടർന്ന് ഞാന് കഴിഞ്ഞ മാർച്ച് 31/3/24 റിട്ടയർ ആയ ലോക്കോ ഇൻസ്പെക്ടറാണ്. എനിക്ക് എന്റെ മുൻഗാമി എന്ന് പറഞ്ഞ രീതിക്ക് വന്നിട്ടുള്ളത് അലക്സാണ്. കാരണം അലക്സ് എന്റെ സീനിയർ ആണ് എല്ലാത്തിലും. ഒപ്പം സേഫ്റ്റി കൗൺസിലറായിട്ട് വന്നപ്പോൾ അലക്സ് സേഫ്റ്റി കൗൺസിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷമാണ് ഞാൻ സേഫ്റ്റി കൗൺസിലറായിട്ട് കരുതുന്നത്. അതേപ്പം തന്നെ ലോക്കോ ഇൻസ്പെക്ടറായിട്ട് വരുമ്പോൾ ശ്രീ അലക്സിന്റെ കൂടെ ആ ഒരു ബാച്ചിൽ തന്നെ ഒരുമിച്ച് പോസ്റ്റിംഗ് ആയി ഞങ്ങൾ രണ്ടുപേരാണ്. അന്ന് മുതൽ ഇന്ന് വരെ, അതായത് റെയിൽവേക്കാരുടെ ജീവിതത്തില്, പ്രത്യേകിച്ചും റണ്ണിംഗ് സ്റ്റാഫിന്റെ ജീവിതത്തില് ഒരുപാട് ടെൻഷനുള്ള ജോലിയാണ്. ഒരുപാട് കാര്യങ്ങൾ, അത് ലോക്കോ ഇൻസ്പെക്ടർ ആയാലും LP ആയാലും ALP ആയാലും ഷട്ടർ ആയാലും ഓഫീസർ ആയാലും ആരായാലും എല്ലാവർക്കും നമ്മൾ ട്രെയിൻ മൂവ് ചെയ്യുന്ന കണക്കിനുള്ളത് ഓരോരുത്തർക്കും ഓരോ റെസ്പോൺസിബിലിറ്റി അസൈൻ ചെയ്തുകൊണ്ട് ഒരുപാട് ടെൻഷനുള്ളതാണ്. പക്ഷെ ഞാൻ കണ്ടിട്ടുള്ളതിനകത്ത് വ്യത്യസ്തമായിട്ട് ഒരിക്കലും ഒരാളിനോട് ചില കാര്യങ്ങൾ ഞങ്ങൾ തമ്മിൽ ചില ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ കൂടി അനാവശ്യമായിട്ട് ഒരു വർത്തമാനം അദ്ദേഹത്തിന് നടത്തി വന്നിട്ടില്ല. വളരെ ശാന്തമായ രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് ആളുകളെ, അതായത് അദ്ദേഹത്തിന് കുറച്ച് പെർഫെക്ഷൻ ഉണ്ട്. ഇപ്പൊ റൂള് പറഞ്ഞാലും അദ്ദേഹം വിചാരിക്കുന്ന ഒരു രീതിയുണ്ട്. ആ രീതിക്ക് നമുക്കിപ്പോ എല്ലാവർക്കും ഒന്നും പോകാൻ പറ്റില്ല. ഉണ്ടാവും ഒരു 90% ആളുകൾ അതുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് പോയാലും, പക്ഷെ 10% ബുദ്ധിമുട്ടായിരിക്കും. എല്ലാ ജീവിതത്തിലും നമ്മുടെ വീട്ടിലായാലും അങ്ങനെ തന്നെയാണ്. എല്ലാവരും 100% പെർഫെക്ഷൻ അങ്ങനെ വരൂല. അലക്സിന് റൂള് പറഞ്ഞാൽ അലക്സ് പറയുന്നത് റൂളാണ്, അലക്സ് പറയുന്നത്
അലക്സിന് കാര്യങ്ങളെല്ലാം അറിയാം, നല്ല മാസ്റ്റർ പറയുന്നതാണ്. അദ്ദേഹം പറയുന്നത് പോലെ അദ്ദേഹം ചിന്തിക്കുന്ന രീതിക്ക് പോലെ കാര്യങ്ങൾ പോകണമെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ റെയിൽവേ ഏറ്റവും വലിയ സ്വർഗത്തിൽ പോയി നിൽക്കുമായിരുന്നു. അത് നടക്കില്ല. കാരണം സിസ്റ്റത്തിൽ അതിലെ ഫോം ഉണ്ട്, എല്ലാ സിസ്റ്റത്തിലും ഉണ്ടാവും. അദ്ദേഹത്തിന് അങ്ങനത്തെ ഒരു കാഴ്ചപ്പാട്. പക്ഷെ അതുപോലും ഓരോരുത്തരോട് പറയുന്ന കാര്യത്തിൽ ചൂടായിട്ട് സംസാരിക്കുകയോ വഴക്കുണ്ടാക്കി അങ്ങനെ സംസാരിക്കുകയോ മോശമായ വാക്കുകൾ ഉപയോഗിക്കുകയോ ചെയ്യാത്ത രീതികളിൽ ഞാൻ ഏറ്റവും കണ്ടിട്ടുള്ള വ്യക്തിപരമായ രീതിയിൽ എല്ലാ രീതിയിലും സൗഹൃദങ്ങൾ കാത്തു സൂക്ഷിച്ച് പറയേണ്ടത് വ്യക്തമായ രീതിയിൽ പറയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അദ്ദേഹമായിട്ട് ഒരുപാട് വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങളും കുടുംബപരമായിട്ടുള്ള കാര്യങ്ങൾ അറിയാവുന്ന കൂടുതലോട്ട് ഞാൻ അതിനോട്ട് പോകുന്നില്ല. അദ്ദേഹത്തിന് ഇപ്പൊ 38 വർഷം സർവീസിൽ, ഞാൻ മാർച്ച് റിട്ടയറായി, അദ്ദേഹം ഈ 35-ന് റിട്ടയറാണ്. അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കും ജഗദീശർക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഇനിയും ശിഷ്ട ജീവിതത്തിൽ നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. സുഹൃത്ത് അലക്സ്, അദ്ദേഹത്തിന്റെ മകൻ. ഇവിടെ രണ്ടുപേര് പറഞ്ഞപ്പോൾ രണ്ട് രീതിയിൽ പറഞ്ഞു. ഒന്ന്, അദ്ദേഹത്തിന്റെ കൂടെ പഠിച്ചു, അവിടെ നിന്നും ഇപ്പോൾ കണ്ടുമുട്ടുകയും ഒരാൾ ബാച്ച്മേറ്റ് ആയി പിന്നെ കണ്ടുമുട്ടുകയും ചെയ്തു. ഞാൻ ഇത് രണ്ടിൽ നിന്നും വ്യത്യസ്തമാണ്. ഞാൻ ഇദ്ദേഹത്തിന്റെ കൂടെ ബാച്ചിൽ 13/10/86 റെയിൽവേയിൽ ALP ആയി ഡീസൽ അസിസ്റ്റന്റ് ആയി കയറുകയും 18/8/91 അവിടെ നിന്നും ഇവരുടെ ഗ്രൂപ്പിൽ നിന്നും മാറി കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി കൂടി പോവുകയും അവിടെ നിന്നും 8 വർഷത്തിന് മുമ്പ് 31/5/2016 റിട്ടയർ ആയി ചെയ്ത് വീണ്ടും ഇവിടെ ഇവരോടൊപ്പം കൂടിയിരിക്കുകയാണ്. എന്റെ പേര് വാസുദേവൻ പിള്ള. അപ്പം അലക്സുമായി പറഞ്ഞ ഈ എല്ലാ കാര്യങ്ങളും അതിൽ നിന്ന് കൂടുതൽ പറയാൻ എനിക്കില്ല. കാരണം സാധാരണ ഫാൻ വരെ പൊക്കിപ്പോകുന്നതൊക്കെയല്ല ഇപ്പൊ അലക്സിനെ പറഞ്ഞത്. സൗമ്യനിൽ സൗമ്യനാണ്. ഈ 5 വർഷം മാത്രമേ ഞാൻ ഇവരോടൊപ്പം ജോലി ചെയ്തിട്ടുള്ളൂ. ഞങ്ങൾ 26 പേരാണ്. ആ 26 പേരിൽ 2 പേർ ഞങ്ങളെ വിട്ടുപോയി. ഒന്ന് ശ്രീ എ ശേഖർ, കമ്പത്തുണ്ടായിരുന്ന ആളാണ്. മറ്റൊന്ന് AK സുഭാഷ് കുമാർ, അദ്ദേഹം കരുനാഗപ്പള്ളിയിലോട്. ഈ 26 പേര് ഇന്ന് നാളെ ഒരാളൂടെ റിട്ടയർ ആവുന്നത് ശ്രീ നസറുദ്ദീൻ റാവുത്തർ. അത് കൊല്ലത്ത് വെച്ചാണ്. ഞാൻ കൊല്ലത്താണ് ഇവിടെ വരുന്നത്. പിന്നെ എനിക്ക് സംശയമുണ്ട് ശ്രീ ഉണ്ണികൃഷ്ണൻ, അദ്ദേഹം മിക്കവാറും റിട്ടയർ ആയോ? 1 വർഷം കൂടി ഉണ്ട്. അദ്ദേഹമാണ് ഇനി റിട്ടയർ ആവാനുള്ളത്. അത് നിങ്ങളുടെ ഇവിടെ തന്നെ ഷെഡിലുള്ളതാണ്. ഏറ്റവും നല്ല സുന്ദരമായിട്ട് ഞങ്ങളുടെ ഡീസൽ ക്ലാസ്സിൽ സുന്ദരമായ സുപ്രഭാതങ്ങളും ഗണപതി സ്തോത്രങ്ങളും അയ്യപ്പ കീർത്തനങ്ങളും ഒക്കെ പാടി ഞങ്ങളെ ആ ക്ലാസ്സിൽ ഇത്രയും വിരസമാകുന്ന ക്ലാസ്സിന് ഓരോ ദിവസവും അടുത്ത് ഈ പാട്ട് കേൾക്കാൻ വേണ്ടി മാത്രം ഞങ്ങൾ ആ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്ന DTS എന്ന് പറഞ്ഞാൽ അന്നത്തെ ഇന്നും കൂടെ ആൾക്കാർ ഈ അങ്കമാലി ഭാഗത്തൊക്കെ ഈ പിഗിനെയൊക്കെ കഴിക്കുന്നു. അവിടെയൊക്കെ ഞങ്ങൾ ഇതിനെ ആദ്യം കാണുന്നത് ഓരോരുത്തരും ഇത് കാണുമ്പോഴുള്ള ആ DTS സ്കൂളും SRS ഒക്കെ വീണ്ടും ഓർമ്മിക്കാനും. 5 വർഷം ഞാൻ റെയിൽവേയിൽ വർക്ക് ചെയ്തപ്പോൾ ഇന്ന് ഞാൻ 10 മണിക്ക് വന്നു. ഒരു 1.5 മണിക്കൂർ ഇവിടെയൊക്കെ വരുന്നെങ്കിലും പെട്ടെന്ന് പോകും. ഈ എറണാകുളത്തിന് വന്ന മാറ്റങ്ങളും പണ്ട് പിടിച്ച തട്ടുചായയോ ഒന്നുമില്ല. എല്ലാ സ്റ്റൈലും മാറ്റി എന്നെ ഈ സന്ദർഭത്തിൽ ഇവിടെ എന്നെ വിളിക്കുകയും എന്റെ പേരോർത്ത് വെച്ച് എന്നെ വിളിക്കുകയും, ഞങ്ങൾ ഇവിടെ മാത്രമല്ല, ഞാൻ 5 വർഷമേ ഇവരോട് ജോലി ചെയ്യുന്നെങ്കിലും ഇന്നും ഞങ്ങൾ ഈ 26 ഈ മരിച്ച 2 പേരും ബാക്കി എല്ലാവരുമായിട്ടുള്ള സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നുണ്ട്. എന്നെ കൂടി ഇതിൽ പങ്കെടുപ്പിച്ചതിന് ഇനിയുള്ള ശിഷ്ട ജീവിതം ആരോഗ്യ സൗഖ്യത്തോടുകൂടി അലക്സിന്റെ കുടുംബത്തിന് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ഐശ്വര്യങ്ങളും നേർന്നുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. വേദിയിലിരിക്കുന്ന അലക്സ് ദമ്പതികൾ, സദസ്സിലിരിക്കുന്ന ബഹുമാന്യ എന്റെ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആദ്യമായിട്ട് അലക്സിന് ഒരു ഷോൾ അണിയിച്ചിട്ട് തുടങ്ങാം. അലക്സിന്റെ ഫാമിലി കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, മക്കളൊക്കെ ഇപ്പൊ എന്ത് ചെയ്യുന്നു? മക്കളൊക്കെ 2 പേരും എഞ്ചിനീയേഴ്സാണ്. പിന്നെ സമാധാനമായിട്ട് സന്തോഷമായിട്ട് കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു.
അപ്പൊ ഞാൻ പറഞ്ഞു വളരെ നല്ല കാര്യം തന്നെ, ഈശ്വരൻ വളരെ അനുഗ്രഹിച്ചിട്ടുണ്ട്. പിന്നെ അലക്സ് പറഞ്ഞു സാറേ വരുമ്പോ നേരത്തെ വരണം, കേക്ക് കട്ടിങ് ഉണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു എന്താണ് കേക്ക് കട്ടിങ്, ഞാൻ ഒന്നും ചോദിച്ചില്ല. പക്ഷെ ഇപ്പോഴാണ് കാര്യം മനസ്സിലായത്. അലക്സിന്റെ 30ാം വിവാഹവാർഷികം അല്ലെ, 30ാം വിവാഹവാർഷികമാണ്. അതുമാതിരി അതിനും പങ്കുകൊള്ളാൻ സാധിച്ചു, ആ കേക്ക് കട്ടിങ്ങിലൊക്കെ പങ്കെടുക്കാൻ സാധിച്ചു, സന്തോഷമുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് പഴയ എന്റെ സുഹൃത്തുക്കളുണ്ട്, പുതിയ സുഹൃത്തുക്കളുണ്ട്. എല്ലാവരോടും വളരെ നന്ദിയുണ്ട്. വളരെ കാണാനായിട്ട് സാധിച്ചു, സന്തോഷം. എപ്പോ സംസാരിച്ചാലും വളരെ ചിരിച്ച് വളരെ സൗമ്യനായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് തന്നെയല്ല, ആ സുഹൃത്തുക്കൾ അത് അണയാതെ സൂക്ഷിക്കുന്ന ഒരു സ്വഭാവം വളരെ നല്ല ഒരു പ്രവൃത്തിയായിട്ട് എനിക്ക് തോന്നി. എപ്പോ ചോദിച്ചാലും എന്താ അലക്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അലക്സ് ആദ്യം തന്നെ ഒന്ന് ചിരിക്കുകയും ചെയ്യാം, എന്നിട്ട് വർത്തമാനം പറയുള്ളൂ. അപ്പൊ ആ ഒരു ക്വാളിറ്റി വളരെ നല്ല ക്വാളിറ്റിയാണ്, എനിക്കൊന്നും ഇല്ലാത്ത ക്വാളിറ്റിയാണ് അതൊക്കെ. അപ്പൊ അതൊക്കെ വളരെ എനിക്ക് സന്തോഷമുണ്ട്. ഏതായാലും എല്ലാവരെയും കാണാൻ സാധിച്ചതിനും അതിലേറെ സന്തോഷം. പിന്നെ അലക്സിനും ശ്രീമതിക്കും അദ്ദേഹത്തിന്റെ മക്കളും എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഞാൻ നേരുന്നു. ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. തുടർന്നുള്ള ജീവിതത്തിലും ശാന്തിയും സമാധാന സന്തോഷം കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ ദൈവം കനിഞ്ഞനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ചടങ്ങ് കഴിഞ്ഞ് പോകുമ്പോൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ വളരെ ഭംഗിയായി മജീഷ്യന്മാർ പറയും അവരുടെ കൈവേഗത കൊണ്ട് നമ്മളെല്ലാം അമ്പരിപ്പിച്ചുകൊണ്ട് ഇവിടെ ഒരു മാജിക് നടത്തിയ കാലത്തും ഈ വന്നവർക്കെല്ലാം തന്നെ നല്ലൊരു ഓർമ്മ സമ്മാനിച്ചതിന് ഈ റിട്ടയർമെന്റിൽ ഫംഗ്ഷൻ പങ്കെടുത്തിട്ടുള്ള അലക്സിന്റെ സുഹൃത്തും കൂടിയായിരുന്നു പ്രത്യേകം അംഗീകാരം നൽകിയിട്ടുണ്ട്. അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റായി ചേർന്ന് അതിന്റെ എല്ലാവിധ പ്രൊമോഷനുകളും ഒരു സേഫ്റ്റി കൗൺസിലർ ആയി അടക്കം എല്ലാം ആവാൻ കഴിയും. ചില സേഫ്റ്റി കൗൺസിലറായി 3 സ്റ്റേറ്റ് മെയിൽ എക്സ്പ്രസ് ആയി, സേഫ്റ്റി കൗൺസിലറായി, ലോക്കോ ഇൻസ്പെക്ടർ. അതുകൊണ്ട് തന്നെ വളരെ ഭംഗിയായി അഡ്മിനിസ്ട്രേഷൻ നന്നായിട്ടാണ്. പക്ഷെ അലക്സിന് എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു സമീപന രീതിയുണ്ട്. എവിടെയും ആൾക്കൂട്ടത്തിൽ ആളാവാൻ നിൽക്കാനോ എന്തെങ്കിലും അത്ഭുതപ്പെടുത്താനോ ഞാനാണ് എന്ന് ക്രെഡിറ്റ് വാങ്ങിയെടുക്കാനോ ഒന്നിനും മുൻകൈ എടുത്ത് മുന്നോട്ട്
കൊണ്ടുവരാൻ. എന്നാൽ ലോക്കൽ റണ്ണിംഗ് സ്റ്റാഫിന്റെ അവകാശങ്ങളിൽ വളരെ കൃത്യമായി അറിവുള്ള ഒരാൾ കൂടിയാണ്. പലപ്പോഴും ഞാൻ അലക്സുമായി റണ്ണിംഗ് സ്റ്റാഫിന്റെ വിഷയങ്ങളെ ബന്ധപ്പെട്ടുകൊണ്ട് ചോദിക്കുമ്പോഴെല്ലാം പക്വതയായിരുന്ന അഡ്വൈസ്, അയാളൊരു വലിയ വിപ്ലവകാരി പരിവേഷം ഉണ്ടല്ലോ, അതുപോലത്തെ ഹ്യൂമൻ നാച്ചറാണ്. പക്ഷെ പക്വതയായിരുന്ന അഡ്വൈസ് അലക്സ് തരുമായി. പിന്നെ അലക്സിന്റെ ഒരു സവിശേഷത സേഫ് ഗാർഡിലെയാണ്, വളരെ സേഫായ രീതിയിലാണ് എന്തിനേയും സൂക്ഷ്മതയോട് വിളിച്ച് സേഫായി കൈകാര്യം ചെയ്യുന്ന ഒരു രീതിയാണ്. പക്ഷെ വേണ്ടപ്പെട്ടവര് തന്റെ സന്തോഷത്തിന് വേണ്ടി വിളിച്ച് ഒരു ചടങ്ങ് നടത്തി സന്തോഷകരമായി സർവീസിൽ നിന്ന് വിരമിക്കുക എന്ന സ്വന്തം ഇച്ഛാശക്തിയുടെ സന്തോഷത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഫംഗ്ഷൻ സംഘടിപ്പിക്കുന്നത്. അതൊരു അപൂർവം വ്യക്തികൾക്കുണ്ടാകുന്ന ഗുണനിലവാരങ്ങളാണത്. അത് ഇനിയും അത് ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മുതിർന്ന പൗരനായി എന്ന് പറഞ്ഞാലും 37 വർഷക്കാലം, ഈ 60 വയസ്സ് വരെയുള്ള കാലം ജീവിതത്തിന്റെ അനുഭവ സമ്പത്ത് പഠിച്ച്, ജോലിയിലെ അനുഭവ സമ്പത്ത് പഠിച്ച്, കാഴ്ചകൾ കണ്ട് അനുഭവഭേദ്യമായ രീതിയിൽ അതിനെ കൈകാര്യം ചെയ്തിട്ടുള്ള അറിവിന്റെ നിറകുടമാണ് ഈ 60 വയസ്സ് കഴിഞ്ഞ് പോകുന്നതല്ല. റിട്ടയർ ചെയ്തതിന് ശേഷം അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ആ അനുഭവ സമ്പത്ത് അവകാശം ഉപയോഗിക്കുന്ന രീതിയിൽ പോരാട്ട വീര്യമുള്ളവരാണ് റിട്ടയർ ചെയ്ത ജീവനക്കാരെ എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. ഇപ്പോ അലക്സ് പറഞ്ഞു റിട്ടയർ ചെയ്താൽ ഒരു ഗുണം, നമ്മളെല്ലാം നൈറ്റ് ഡ്യൂട്ടി എടുക്കുന്നവരായിരുന്നല്ലോ ഭൂരിപക്ഷം. ഇനി സുഖമായി പോകണം, രാവിലെ എക്സസൈസ് ചെയ്യാം, ഭക്ഷണം നിയന്ത്രണ വിധേയമായി ഭക്ഷണം കഴിക്കാൻ, ആരോഗ്യം സംരക്ഷിക്കാൻ പൂർണ്ണമായും കഴിയും. ഇനി അതിനുള്ള ശ്രദ്ധ ആയിരിക്കണം. അവരുടെ ഫിസിക്കൽ സ്ട്രെങ്തിനെ കുറിച്ചുള്ള ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരമായിട്ടുള്ള ക്രോണിക് ഡിസീസ് ഒന്നൊക്കെ തന്നെ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയും എന്ന് പലരും തെളിയിപ്പിച്ചിട്ടുണ്ട്. നിയന്ത്രണ വിധേയമാക്കാൻ കഴിയും. അതിനുള്ള സ്വഭാവ ഗുണം അലക്സ് തോമസിനുണ്ട്. അത് കഴിയട്ടെ എന്നും ഞാൻ ആശംസിക്കുന്നു. അലക്സ്, അദ്ദേഹത്തിന്റെ സഹധർമ്മിണി, പ്രിയ സുഹൃത്തുക്കൾ, തന്നെ വിവാഹ വാർഷികത്തിന്റെയും ജന്മദിനത്തിന്റെയും ആശംസകൾ അലക്സിനായിരുന്നു. ഞാൻ ഒന്ന് സ്വയം പരിചയപ്പെട്ട, എന്തുകൊണ്ടെന്നാല് റെയിൽവേയിൽ അല്ലാത്ത ഒത്തിരി പേരുടെ ഉണ്ട്. എൻ്റെ പേര് ജോമി പോൾ. 81-86 കാലഘട്ടത്തില് കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക്കിലെ ഇലക്ട്രിക്കൽ ബാച്ച് ആയിരുന്നു. അതിനുശേഷം റെയിൽവേയിൽ കയറി ഞാൻ പാലക്കാട് ഡിവിഷനിലായിരുന്നു. കഴിഞ്ഞ വർഷം ഇതേ ദിവസം ജൂലൈ 31-ന് മെയ് 31-ന് ഞാൻ റിട്ടയർഡായി. അലക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും പറഞ്ഞിരുന്ന പോലെ സൗമ്യനായ ഒരു വ്യക്തിത്വം. പിന്നെ എന്നെ സംബന്ധിച്ച് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ അലക്സിനെ എനിക്ക് 81 മുതൽ പരിചയമുണ്ട്. കോളേജിൽ പഠിച്ചിരുന്ന കാലഘട്ടം തൊട്ട് അന്ന് ഞങ്ങള് SFIയിലെ സജീവ പ്രവർത്തകരായിരുന്നു. ആ ഒരു ബന്ധം തുടർന്നും റെയിൽവേയിൽ വന്നപ്പോഴും തുടർന്നു. റെയിൽവേയിലെ സർവീസിനും ഉണ്ടായിരുന്നു കുറെ സാമ്യതകൾ ഞങ്ങളുടെ രണ്ടുപേരുടെ സർവീസ്. 86-ലെ അദ്ദേഹം അലക്സ് ഇവിടെ ഡീസൽ അസിസ്റ്റന്റ് ആയിട്ട് TVC ഡിവിഷനിൽ വന്നു. അതിന് ഒരു 6 മാസത്തിന് ശേഷം ഞാൻ ഡീസൽ അസിസ്റ്റന്റ് ആയിട്ട് പാലക്കാട് ഡിവിഷനിൽ ചേർന്നു. ഞങ്ങൾ 2 മേഖലയിലാണെങ്കിലും പലപ്പോഴും ഫോണിൽ സംസാരിക്കാറുണ്ട്, ഇടയ്ക്കൊക്കെ നേരിട്ട് കാണാറുണ്ട്. റെയിൽവേ സർവീസിൽ ഇരിക്കുമ്പോൾ എന്ത് കാര്യങ്ങളുണ്ടെങ്കിൽ ഏത് പോസ്റ്റിൽ വർക്ക് ചെയ്താലും അത് വളരെയേറെ ആത്മാർത്ഥതയോടെ വർക്ക് ചെയ്യണം എന്നുള്ളൊരു
ഒരു പിടിവാശി അലക്സിന് ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. പലപ്പോഴും അലക്സിന്റെ ഫോൺ വരുമ്പോ ഞാൻ എന്റെ ഭാര്യയോട് പോലും പറയാറുണ്ട്, ഇന്നത്തെ പ്രശ്നമുണ്ടല്ലോ എന്ന് വെച്ചാല് പാലക്കാട് ഡിവിഷനിലെ എന്തെങ്കിലും ഒരു പ്രശ്നം റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയായിരിക്കും ഒരുപക്ഷെ അലക്സ് എന്നെ വിളിക്കുന്നത്. അത് അദ്ദേഹത്തിന്റെ സ്വന്തം പ്രശ്നങ്ങളായിരിക്കില്ല, ഏതെങ്കിലും ഒരു ലോക്കോ പൈലറ്റിന്റെയോ അല്ലെങ്കിൽ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിന്റെയോ പ്രശ്നങ്ങളായിരിക്കും. അത് അലക്സിന് നേരിട്ട് അവിടെ ബന്ധപ്പെടാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഇപ്പൊ നിങ്ങൾക്കറിയാം, റെയിൽവേയില് നമ്മള് എന്തെങ്കിലും കംപ്ലൈന്റ്സ് ഒക്കെ കൊടുത്ത് അത് കറക്റ്റ് ചെയ്യാനായിട്ട് സമയങ്ങൾ എടുക്കും. അപ്പൊ അതിനൊരു കുറുക്കു വഴിക്ക് പലപ്പോഴും അലക്സ് എന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് അത് റെക്ടിഫൈ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. എന്നിരുന്നാലും ഞാൻ വൈകിട്ടയിൽ അധികം ദീർഘിപ്പിക്കുന്നില്ല. ഇന്നിവിടെ ഈ സെന്റ് ഓഫിനെ എന്നെ ക്ഷണിച്ചതിന് അലക്സിന് പ്രത്യേകം നന്ദി പറയുന്നു. ഈ റിട്ടയർമെന്റ് ജീവിതത്തിലെ അലക്സിനും കുടുംബത്തിനും എല്ലാവിധ ആശംസകളും നേരുന്നു. അദ്ദേഹത്തിന്റെ ആരോഗ്യ സൗഖ്യത്തിന് വേണ്ടി ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ. എല്ലാവർക്കും നമസ്കാരം. തോമസ്, സഹധർമ്മണി, സൂസൻ, അലക്സ്, അവരുടെ കുടുംബാംഗങ്ങൾ, ഇവിടെ കൂടിയിരിക്കുന്ന അലക്സിന്റെ റിട്ടയർമെന്റ് ഫംഗ്ഷനിൽ കൂടിയിരിക്കുന്ന എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നമസ്കാരം. എൻ്റെ പേര് ജോൺ എ കുര്യൻ. ഞാനും അലക്സിനോടൊന്നിച്ച് 81 to 84 ഡിപ്ലോമ മെക്കാനിക്കൽ കളമശ്ശേരി പോളിടെക്നിക്കിലെ ബാച്ചാണ്. 1981 ഞങ്ങൾ പരിചയപ്പെടുന്നത്. അലക്സ് മല്ലപ്പള്ളി സ്വദേശിയാണ്. കാരണം ഞാനത് പറയാൻ കാരണം എൻ്റെ അമ്മ വീട് മല്ലപ്പള്ളിയിലാണ്. അപ്പോ ഞാനിവിടെ പരിചയപ്പെടുന്ന സമയത്ത് തന്നെ കൂടുതൽ വീടും പരിസരങ്ങളും ഒക്കെ ആയിട്ട് പരിചയമുള്ള സ്ഥലങ്ങളാണ്. ഞങ്ങൾ കുടുംബപരമായും എൻ്റെ ഫാമിലിയുമായി അലക്സിന് നല്ല പരിചയമാണ്. ഈ 3 വർഷക്കാലത്തിനിടയിൽ അലക്സ് വീട്ടിൽ വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. വളരെ നല്ല അടുപ്പമാണ്. കൂടാതെ ഞങ്ങൾ പോളിടെക്നിക്കിൽ ഉള്ള 3 വർഷ കാലയളവിൽ ഇതിനു മുമ്പ് സംസാരിച്ച പലരും പറഞ്ഞിരുന്നു, പ്രത്യേകിച്ച് സതീഷ് അലക്സിനെ പറ്റി SFIയുടെ വളരെ സജീവ പ്രവർത്തകനായിരുന്നു 3 വർഷക്കാലം അലക്സ് തോമസ്. സതീഷ് ഫസ്റ്റ് ഇയർ വന്ന് ഞങ്ങൾ സീനിയർ 3rd ഇയർ ആയിരിക്കുമ്പോൾ ഫസ്റ്റ് ഇയറിൽ ഒന്ന് ജോയിൻ ചെയ്യുകയും വളരെ ആക്റ്റീവായിരുന്ന ഒരു വ്യക്തിയാണ്. ആദ്യം ഇവിടെ സംസാരിച്ച് വേദിയിലിരിക്കുകയും ചെയ്ത സതീഷ്. അദ്ദേഹം ആദ്യം വന്ന വർഷം തന്നെ വൈസ് പ്രസിഡന്റ്, പിന്നെ കൗൺസിലർ, പല പ്രമുഖ സ്ഥാനങ്ങൾ വഹിക്കുകയും പിന്നീട് നമ്മുടെ ഏത് മന്ത്രിയുടെ മന്ത്രി ശർമ്മയുടെ PS ആയിട്ട് 7 വർഷം സേവനം അനുഷ്ഠിക്കുകയും ചെയ്ത വ്യക്തിയാണ്. ആദ്യം ഇവിടെ വേദിയിൽ ഇരുന്നിട്ട് തിരക്ക് കാരണം ഇവിടെ പോയ സതീഷിനെ പ്രത്യേകം ഓർക്കുന്നുണ്ട്. 1 വർഷക്കാലമാണ് ഞങ്ങൾ ഒന്നിച്ച് ഉണ്ടായിരുന്നത്. പിന്നെ അലക്സിനെ പറ്റി പ്രത്യേകം പറയുമ്പോൾ എല്ലാവരും തന്നെ കോമൺ ആയി പറഞ്ഞൊരു കാര്യമുണ്ട്. വളരെ സൗമ്യശീലനാണ് അലക്സ്. അതായത് ഏത് SFI ആണെങ്കിലും ഏതൊരു സംഘടന പ്രവർത്തനത്തിലാണെങ്കിലും അരങ്ങിലേക്ക് വരാതെ അണിയറയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു ശീലമാണ്. അതെനിക്ക് റെയിലിൽ പോയതിനു ശേഷം എനിക്കറിയില്ല. 84 ശേഷം അലക്സ് റെയിൽവേയിലേക്ക് 86 ജോയിൻ ചെയ്തു. ഞാൻ 86 ശേഷം 86 തന്നെ നെയ്വേലി ലിഗ്നൈറ്റ് കോർപ്പറേഷനിൽ ജോയിൻ ചെയ്തു. ഞാൻ കഴിഞ്ഞ 4 മാസങ്ങൾ മുമ്പ് റിട്ടയർ ചെയ്തു. ഇപ്പോൾ അലക്സും ഏതാണ്ട് ഞങ്ങൾ സമപ്രായക്കാരാണ്. അപ്പോ ഈ അലക്സിന് ഒരു പുറകിൽ നിന്ന്, അതായത് അണിയറയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു ശീലമാണ് അന്ന് തൊട്ട് ഉള്ളത്. SFIയുടെ യൂണിറ്റ് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ തന്നെ 1 വർഷം പോലും അത് ഇലക്ഷനിൽ ഒരു പോസ്റ്റിലേക്ക് പോലും മത്സരിച്ചിട്ടില്ല. SFIയുടെ പാനലില് ഞാൻ ഫസ്റ്റ് ഇയറും 3rd ഇയറും മത്സരിച്ച് ക്ലാസ് റെപ്രസെന്റേറ്റീവ് ആയിരുന്നു. അപ്പൊ അലക്സ് ആണ് ഇതിനൊക്കെ പ്രചോദനം തരുന്നത്. എല്ലാ കാര്യങ്ങളും ഈ പ്രവർത്തനങ്ങൾക്കും ഈ എന്താ പറയുക മത്സരങ്ങൾക്കും ഒക്കെ കൂടുതലായിട്ട് ഞാൻ സപ്പോർട്ടായിട്ട് ഉണ്ടായിരുന്നത് അലക്സ് തോമസ്, രമേശിനൊക്കെ വളരെ
സജീവനൊക്കെ വളരെ ഞങ്ങളുടെ ഗ്രൂപ്പായിട്ട് ഞങ്ങൾ വർക്ക് ചെയ്തവരാണ്. ഇന്ന് ഞങ്ങളുടെ പോളിടെക്നിക്കിൽ പഠിച്ച 5 പേര് ഇവിടെ എത്തിയിട്ടുണ്ട്. അലക്സ് ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാതിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അലക്സ് തോമസിൻ്റെത്. ഈ അലക്സ് തോമസിനും ഭാര്യ, കുടുംബം നീണ്ട ഇനിയുള്ള വർഷങ്ങളൊക്കെ ദൈവം ആയുസ് കൊടുക്കുന്ന ദിവസങ്ങളൊക്കെ ആരോഗ്യത്തോടെ ജീവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ഇന്നേ ദിവസം റിട്ടയർ ചെയ്യുന്ന അലക്സ്, ശർമ്മ, മകൻ ആശീഷ്, മകൾ അഞ്ജലി, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും എൻ്റെ നമസ്കാരം. അലക്സിന് ഇന്ന് 3 ഫംഗ്ഷനാണ്. 1 റിട്ടയർമെന്റ്, 2 അദ്ദേഹത്തിന്റെ വിവാഹ വാർഷികം, പിന്നെ ബർത്ത്ഡേ. 3 ഫംഗ്ഷന്റെയും പ്രത്യേകം ആശംസകൾ തരുന്നു. പിന്നെ അലക്സ് റെയിൽവേയിൽ വരുന്നതിന് മുമ്പ് തന്നെ ഇവിടെ മറ്റു പോളിടെക്നിക്കിലെ സുഹൃത്തുക്കൾ പറഞ്ഞ മാതിരി എനിക്ക് അദ്ദേഹത്തെ 1981 തുടങ്ങി പരിചയമുണ്ട്. അദ്ദേഹം പോളിടെക്നിക്കിലെ എൻ്റെ ജൂനിയർ ബാച്ചായിരുന്നു. ഇദ്ദേഹം SFIയുടെ യൂണിറ്റ് ഭാരവാഹിയായിരുന്ന കാലത്താണ് ഇദ്ദേഹത്തെ കൂടുതൽ അറിയുന്നത്. അന്ന് ഞാനൊരു KSUക്കാരനായിരുന്നു, ഇദ്ദേഹം SFIക്കാരനുമാണ്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ അറിയാനുള്ള അവസരം ഉണ്ടായത്. പിന്നെ റെയിൽവേയിൽ ഞങ്ങൾ തമ്മിൽ ഒരു 2.5 മാസത്തെ വ്യത്യാസമാണ് ഉള്ളത്. ഞാൻ ഓഗസ്റ്റിലും വന്നു, അദ്ദേഹം ഒക്ടോബറിലും വന്നു. 11/10/86 അദ്ദേഹം വന്നത്. അന്ന് തുടങ്ങി വിവിധ പോസ്റ്റുകൾ വരുന്നു. നമുക്കറിയാം അലക്സ്, നമ്മൾ കുറെ പേര് നല്ല ഗുണങ്ങൾ പറഞ്ഞു, എനിക്കും നല്ല ഗുണങ്ങൾ തന്നെയാണ് പറയാനുള്ളത്. പിന്നെ ഒരു കാര്യത്തിൽ മാത്രം വ്യത്യാസമുണ്ട്. അദ്ദേഹം വളരെ സൗമ്യനാണെന്ന് പറഞ്ഞു, പക്ഷെ അദ്ദേഹം ദേഷ്യപ്പെട്ട് പലരും കണ്ടിട്ടില്ല. അതാണ് ഇദ്ദേഹം ദേഷ്യപ്പെട്ട ഒരു ഗുണമുണ്ട്, അദ്ദേഹത്തിന്റെ സംസാരമൊന്നും പുള്ളിയിൽ വരില്ല. കാരണം ഇതൊക്കെ എന്താ പറയണേന്ന് അറിയില്ല. അപ്പൊ അതുകൊണ്ട് ആശ്വാസമാണ് കുറച്ചു നേരത്തേക്ക് അലക്സ് മിണ്ടാതിരുന്നത്. പിന്നെ ഈ റിട്ടയർമെന്റ് എന്ന് പറഞ്ഞാല് ഒരു ഒഴിഞ്ഞു പോകലൊന്നും അല്ല. അലക്സിനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് അറിയുന്ന ഒരാളാണ്. അതുകൊണ്ട് ഈ റണ്ണിങ് സ്റ്റാഫിന് തന്നെ ഈ ചാർജ് ഷീറ്റൊക്കെ കൂടുതൽ കിട്ടുന്ന ഒരു വിഭാഗമാണല്ലോ, അവർക്ക് ഒരു മിനിമം എക്സ്പ്ലനേഷൻ എഴുതി കൊടുക്കുന്ന ഒരു ജോലി മാത്രം ഏറ്റെടുത്താൽ തന്നെ ആവശ്യത്തിന് സമയം തികയാതെ വരും. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ അറിവുകളൊക്കെ ഇനിയും നമുക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിലേക്ക് ചെലവഴിക്കാനായിട്ട് വരും. പിന്നെ ഈ റിട്ടയർമെന്റ് എന്ന് പറഞ്ഞപ്പോൾ സമയം ബാക്കി ഉണ്ടാവില്ല. അതാണ് ജോലിക്ക് പോകുമ്പോൾ ഒരു കണക്കിന് നമ്മൾ ആ സമയത്ത് ഫ്രീയാണ്. ഇപ്പൊ അതല്ല, ഇപ്പൊ നമുക്ക് ഒരു കാര്യത്തിൽ നിന്നും ഒഴിവാകാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഫുള്ളി പാക്കഡ് ആയിരിക്കും. റിട്ടയർ ആയ ആൾക്കാർ ഈ അലക്സിനും എന്തായാലും ഫുള്ളി പാക്കഡ് ആവാനുള്ള കുറെ കാര്യങ്ങളുണ്ട്. എറണാകുളത്ത് ആ വീട്, ഈ വീട്, പിന്നെ നാട്ടിൽ പോക്ക്, മക്കളുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് ആവശ്യം പോലെ കാര്യമുണ്ട്. അതുകൊണ്ട് ഒരിക്കലും എൻഗേജ്മെന്റ് യാതൊരു കുറവും ഉണ്ടാവില്ല, അത് ഇനിയും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ സന്തോഷകരമായ ഒരു റിട്ടയർമെന്റ് ജീവിതം ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി. അതെ വേണം കേട്ടോ. PC ആന്റണി. എൻ്റെ പേര് സെൽവരാജ്. ഞാനും അലക്സ് തോമസും ഒരുമിച്ച് റിട്ടയറാവുന്ന നിലയായിരുന്നു തിരുവനന്തപുരം പക്ഷേ. ഞാൻ SSC CNW 84 വരെ കളമശ്ശേരി പോളിടെക്നിക്കിൽ ഒന്നിച്ച് പഠിച്ചവരാണ്. അതിന് 38 വർഷം ചെയ്തതിനേക്കാൾ എത്രയോ സുവർണമായിരുന്ന 3 വർഷം എന്നുള്ളത് ആർക്കും വിസ്മരിക്കാൻ പറ്റില്ല. കാരണം ആ 3 വർഷക്കാലം നമ്മൾ ആ ജീവിതത്തിലെ നല്ല ഭാവം, നല്ലൊരു സന്ദർഭമാണ് എല്ലാ അർത്ഥത്തിൽ. എല്ലാവരെയും അലക്സ് ഹോസ്റ്റലിലാണ് താമസിക്കുന്നത്. എന്റെ തൊട്ടു പുറകിലുള്ള ബെഞ്ചിലായിരുന്നു അലക്സ് ഇരുന്നിരുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ സമയം ഇന്ററാക്ട് ചെയ്യാനുള്ള സമയവും എല്ലാം എനിക്ക് ലഭിച്ചു. അദ്ദേഹം എല്ലാവരും പറഞ്ഞ ഒരു സൗമ്യനാണ്, പക്ഷേ സൗമ്യതയേക്കാൾ കൂടുതൽ അദ്ദേഹത്തിന്റെ ആഴം, ആ സൗമ്യതയിൽ ആഴം, അറിവിന്റെ ആഴവും എല്ലാം കൊണ്ടും എല്ലാ ഒരു സഹോദരനെ പോലെ എല്ലാ കാര്യങ്ങളിലും ആ 3 വർഷം എന്നെ നന്നായി ഗൈഡ് ചെയ്തിരുന്നു. അതിനുശേഷം റെയിൽവേ വന്നതിന് ശേഷം ഞാൻ ചെന്നൈയിൽ നിന്ന് ഇവിടെ വന്ന അന്ന് മുതൽ അദ്ദേഹത്തിന്റെ ഒപ്പമുണ്ട്. പല സന്ദർഭങ്ങളിൽ അദ്ദേഹം ERMCDയിൽ
ചെക്ക് ചെയ്യാൻ വരാറുണ്ട്, അവരുടെ പൈലറ്റ്സ് നോക്കാൻ വരാറുണ്ട്. എല്ലാം ലോക്കോ പൈലറ്റ്സിന് എല്ലാം ഒരു മാർഗനിർദ്ദേശം നന്നായി തന്നെ കൊടുക്കുന്നത് ഞാൻ ദൃക്സാക്ഷിയായിട്ടുള്ള ആളാണ്. അദ്ദേഹം നല്ലൊരു ഭാവി ജീവിതം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഞാൻ സണ്ണി ജോസഫ്, SSCIWERMG ആണ്. എൻ്റെ പല സുഹൃത്തുക്കളും ഇവിടെ പരിചിത മുഖങ്ങളുണ്ടെങ്കിലും കൂടുതലും അപരിചിത മുഖങ്ങൾ തന്നെയാണ്. നമ്മുടെ ഇന്നത്തെ വിശിഷ്ടാതിഥി ശ്രീ അലക്സ്, അദ്ദേഹത്തിന്റെ പ്രിയപത്നി, സദസ്സിലുള്ള മഹത്വങ്ങളുടെ സുഹൃത്തുക്കളെ, സഹോദരങ്ങൾ. ശ്രീ അലക്സ് സാർ ഏതാണ്ട് വിവിധങ്ങളായ പദവികളിൽ ലോക്കോ പൈലറ്റായിട്ടും സേഫ്റ്റി കൗൺസിലറായിട്ടും ലോക്കോ ഇൻസ്പെക്ടറായിട്ടും അങ്ങനെ വിവിധ മേഖലകളിൽ അദ്ദേഹത്തിന്റെ കഴിവുകൾ തെളിയിച്ച ആളാണ്. ഈ എല്ലാ സമയങ്ങളിലും എനിക്ക് അദ്ദേഹവുമായി പലപ്പോഴും ഇന്ററാക്ട് ചെയ്യാനും അടുത്ത് ഇടപെടുവാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. ഏതാണ്ട് ഒരു 15-16 വർഷമായിട്ട് എനിക്ക് അടുത്തറിയാവുന്ന ഒരു വ്യക്തിത്വമാണ് ശ്രീ അലക്സ്. നിങ്ങൾ പലരും അഭിപ്രായപ്പെട്ടത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. വളരെ സൗമ്യനും ശാന്തശീലനുമായ ഒരു സുഹൃത്താണ് നമ്മുടെ പ്രിയ അലക്സ്. അദ്ദേഹത്തിന് ശിഷ്ടജീവിതം ഏറ്റവും ഭാസുരമാകട്ടെ എന്ന് ജഗദീശിനോട് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. റിട്ടയർമെന്റ് വളരെ ഇഷ്ടം. സിമ്പിളായി എന്താണെന്ന് വെച്ചാൽ സാധാരണ ഏത് സെന്ററിന് പോയാലും രാഷ്ട്രീയം പറയും, കേട്ട് എല്ലാവരും പറയും. ഇവിടെ അതൊന്നുമില്ല, എല്ലാവരും അലക്സാറിനെ കുറിച്ചും അവിടെ. പിന്നെ രണ്ടാമത് എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ നവഡേസ് നമ്മള് ടീം പ്രസ് എല്ലാം കാണുന്നത് മാരേജ് ഫംഗ്ഷനാണ്. ഇവിടെ ഓൺലൈൻ ടീം പ്രസ്. പിന്നെ മാഡത്തിനോട് എനിക്ക് പറയാനുള്ളത് അലക്സാർ സ്റ്റാർട്ടഡ് ഹിസ് സെക്കൻഡ് ഇന്നിംഗ്സ്. ദാറ്റ് മീൻസ് 60, not 66 years. ഈ ഒരു കൊച്ചാണ്. അദ്ദേഹത്തിനെ വളരെ കെയർഫുൾ ആയിട്ട് നോക്കണം. സൈക്കോളജിക്കലി പറഞ്ഞാൽ ഇത്രയും നാൾ സർവീസ് ചെയ്തിരിക്കുമ്പം മക്കളോ ഭാര്യ എന്തെങ്കിലും പറഞ്ഞാൽ അത് അവർക്കൊരു വലിയ കാര്യമായിട്ട് തോന്നില്ല. ഇനി പറയുന്ന ഓരോ വേർഡ്സ് അവരത് സീരിയസ് ആയിട്ട് എടുക്കും. കാരണം ഞാൻ റിട്ടയർ ആയതുകൊണ്ടാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. പക്ഷെ അലക്സാറൊക്കെ വിചാരിക്കണ്ട, ഇനി കുറെ ഇലക്ട്രിസിറ്റി ബില്ല് കണക്കില്ല. ഇപ്പൊ ഓൺലൈൻ അലക്സാറെന്നെ ഓൺലൈൻ യൂസ് ചെയ്യുന്നത്. പണ്ടാണെങ്കിൽ അലക്സാറിനാ ചെയ്യുന്നത്. എന്തായാലും അലക്സാറിനും ഫാമിലിക്ക് നല്ലൊരു റിട്ടയർമെന്റ് ജീവിതം അനുഗ്രഹിച്ചതാണ്. സഭേഷിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് വരുന്നതാണ്. എന്റെ ക്ഷണം സ്വീകരിച്ച് ഈ റിട്ടയർമെന്റ് ഫംഗ്ഷന് വന്ന എന്റെ കൊളീഗ്സ്, എന്റെ ബാച്ച്മേറ്റ്, പോളിംഗ് ഫ്രണ്ട്സുകള്, റിട്ടയർഡ് സ്റ്റാഫുകള്, അതുപോലെ തന്നെ എല്ലാ സൂപ്പർവൈസേഴ്സ്, അതർ ഡിപ്പാർട്ട്മെന്റ്സ് സൂപ്പർവൈസേഴ്സ്, പല ദൂരത്ത് തന്നെ ഈ ഒരു റിട്ടയർമെന്റ് ഫംഗ്ഷന് അവരുടെ പല ബുദ്ധിമുട്ടുകൾ സഹിച്ച് തന്നെ എന്നോടുള്ള സ്നേഹത്തിന്റെ പേരിൽ ഇവിടെ വന്നെത്തിയിരുന്ന എനിക്ക് പൂർണ്ണമായ ബോധ്യമുണ്ട്. അതിന് എല്ലാവർക്കും എന്റെ ഹൃദയംഗമമായ നന്ദി എന്റെ ഫാമിലിയുടെ നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. എല്ലാവരും താഴെ ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഫുഡ് കഴിച്ച് വേണം പോകാൻ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു ഓൾ ദ കൊളീഗ്സ് once more. പറയുന്നുണ്ട്. It's an honor and privilege to stand before you today to express my heartfelt gratitude on this special occasion celebrating my daddy's retirement party. First and foremost, I want to thank everyone for being here to mark this significant milestone in my father's life. Your presence means the world to him and to all of us as a family. To dad's colleagues and friends, thank you for your support and over the years. Your respect and admiration for him are evident and deeply appreciated. The bonds you formed have enriched his professional journey and his life. And your kind words and shared memories today reflect the impact he has had on so many lives.
To my family, who has stood by Dad through every challenge in film, thank you for your endless love and encouragement. Your sacrifice and understanding have been the bedrock of his career. And to my dad, thank you for being an inspiration not just to me, but to everyone who knows you. Your hard work, integrity and dedication has set a high standard for all of us. We are incredibly proud of your achievement and the legacy you leave behind in your professional life. And thank you all for coming here. എല്ലാവരും പറയുന്നുണ്ടായി, മമ്മി പറയാനുണ്ട്. അപ്പം മമ്മിക്ക് കുറച്ച് ചമ്മലുണ്ടായിരുന്നു. ഞാൻ എല്ലാവർക്കും വേണ്ടി, അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുന്നു. ഈ ഒരു റെയിൽവേയിൽ നിൽക്കുമ്പം എല്ലാവർക്കും അറിയാം ഫാമിലി ഒരു ഇന്റഗ്രൽ പാർട്ട് ഓഫ് സപ്പോർട്ടാണെന്ന്. അപ്പം പകുതി നേരം ഡാഡി വീട്ടിലുണ്ടാവില്ല എന്ന് എല്ലാവർക്കും അറിയാം. എല്ലാവരുടെ ഫാമിലിയിലും ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ ആണ്. നൈറ്റ് ഷിഫ്റ്റും അങ്ങനെ ഓരോ സിറ്റുവേഷനിലും പകുതി നേരം ഡാഡി ഇല്ലാത്തപ്പം കൂടുതൽ ടൈമും മമ്മിയായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. അപ്പം ഈ ഒരു കരിയറിൽ എനിക്ക് തോന്നുന്ന ഒരു ബാക്ക് ബോൺ അല്ലെങ്കിൽ ഒരു എപ്പോഴും കൂടെ ഉണ്ടായിരുന്നത് മമ്മിയായിരുന്നു. അപ്പം എല്ലാവരും പറഞ്ഞത് താങ്ക് യു. ലാസ്റ്റ് 3 വർഷത്തിന് LA ആയിരുന്നു. ആ സമയത്ത് എൻ്റെ കൂടെ വർക്ക് ചെയ്ത എൻ്റെ കൂടെ കീഴിലുണ്ടായിരുന്ന ഒരു ലോക്കോ പാരിസ്റ്റ് സുരേഷ് അദ്ദേഹത്തിൻ്റെ ഫാമിലി ഇവിടെ എത്തിയിട്ടുണ്ട്. എൻ്റെ ക്ഷണം സ്വീകരിച്ചു. പ്രത്യേകം നന്ദി. നല്ല ഒരു വളരെ വളരെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ലോക്കോ പാരിസ്റ്റായിരുന്നു. അതിന് എനിക്ക് അദ്ദേഹത്തിന് എൻ്റെ കാലിനൊരു ബുദ്ധിമുട്ടുണ്ടായത് കാരണം എനിക്ക് അദ്ദേഹത്തിന്റെ കാര്യങ്ങളിലൊന്നും ഇടപെടാൻ പറ്റില്ല. പക്ഷേ അവർ വന്ന് സഹകരിച്ച് ഞാൻ വളരെ സന്തോഷം. എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ ഇവിടുത്തെ സൂപ്പർവൈസേഴ്സ് എന്നെ എല്ലാവിധ സഹായങ്ങളും ചെയ്തു തരാൻ ഞാൻ അവരെ വേണ്ട ഹെൽപ്പും ചെയ്തു തരാൻ ശ്രമിക്കും. ഓക്കെ. നമ്മളാണല്ലോ കഴിവ്. IAS ആയിപ്പോയി. അതല്ല എന്റെ തലയിൽ എല്ലാം എനിക്ക് 56 പിന്നെ നാളെ എൻ്റെ വീട്ടിൽ ചെല്ലും. കാര്യം അവനും കൂടെ ജോലി ചെയ്യുമ്പോഴേ